വെൽക്കം ടു CS ലൈബ്രറി. അപ്പം ക്രാഷ് കോഴ്സിന്റെ അടുത്ത സബ്ജക്റ്റ് നമ്മൾ DBMS ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പം DBMSലെ നോർമൽ ഫോംസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. നോർമൽ ഫോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് യൂസ്ഡ് ടു അവോയ്ഡ് ഓർ എലിമിനേറ്റ് റിഡൻഡന്റ് ഡേറ്റ. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റനൊക്കെയാണ് നമ്മൾ റിഡൻഡന്റ് ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, നോർമലി നമുക്ക് 6 ടൈപ്പ് ഓഫ് നോർമൽ ഫോംസ് ആണ് ഉള്ളത്. നമുക്കറിയാം 1NF, 2NF, 3NF, BCNF, 4NF ആൻഡ് 5NF. അപ്പോൾ നോർമലി ഇത്രയും നോർമൽ ഫോംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു റിലേഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. 6 ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ABCD എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. ആട്രിബ്യൂട്ട്സിന്റെ നെയിം ഒക്കെ ആയിരിക്കും നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു ടേബിൾ ഫോമാറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു റിലേഷന്റെ ആട്രിബ്യൂട്ട്സ് നമ്മൾ മെൻഷൻ ചെയ്തിട്ട് അതിന്റെ വാല്യൂസ് ഒക്കെ കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഹയസ്റ്റ് നോർമൽ ഫോം എന്തായിരിക്കും എന്നൊക്കെ ആയിരിക്കും നമുക്ക് ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത്, അതായത് എക്സ് ഗീവ്സ് വൈ ആണെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്നതിനെ നമ്മൾ ഡിറ്റർമിനന്റ് എന്ന് പറയും. ഡിറ്റർമിനന്റ്. ആൻഡ് വൈനെ നമ്മൾ എന്ത് പറയും? ഡിപ്പെൻഡന്റ് എന്ന് പറയും. ഡിപ്പെൻഡന്റ്. ഓക്കെ, എക്സ് ഡിറ്റർമിനന്റും വൈ ഡിപ്പെൻഡന്റും. ഇതിന്റെ മീനിങ് എന്താണ്? എക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വൈന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് വൈ ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സിനെ ആണ്. ഓക്കെ, അപ്പൊ ഇതില് എ ഗിവ്സ് ബി എന്ന് പറയുമ്പോൾ എന്റെ അർത്ഥം എന്താണ്? എന്റെ വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബിന്റെ വാല്യൂ കാണാൻ പറ്റും. ഓക്കെ, അതാണ് ഇതിന്റെ മീനിങ്. അപ്പം ഇവിടെ എ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റും ബി എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റും ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാൻ പോകേണ്ട കീ ആണ്. അപ്പോൾ കീസിൽ മെയിനായിട്ടും 5 കീസാണ് നമുക്കുള്ളത്. കാൻഡിഡേറ്റ് കീ, പ്രൈമറി കീ, ഫോറിൻ കീ, സൂപ്പർ കീ ആൻഡ് ഓൾട്ടർനേറ്റ് കീ. അപ്പം നേരത്തെ പറഞ്ഞ റിലേഷനിൽ നമുക്ക് എക്സാമ്പിൾ നോക്കാം. അപ്പം നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു ഏത് നോർമൽ ഫോം ആണെന്ന്. അപ്പം ഏത് നോർമൽ ഫോം ഒക്കെ ആണെന്ന് കണ്ടുപിടിക്കുന്നതിന്റെ മുന്നേ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് കീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് നമുക്ക് നോക്കാം. പിന്നെ ഈ ഒരു പോർഷന്, ഈ ഒരു ഇതിനെ പറയുന്നതാണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്. ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് കീ നോക്കാം. കീ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? കീ കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് ഉണ്ട്. ക്ലോഷർ എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, ക്ലോഷർ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ടെക്നിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ കീസ് കണ്ടുപിടിക്കുന്നത്. സോ അതിൻ്റെ ഒരു ഇത് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് പ്ലസ് ഇതായിരിക്കും അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. സോ ഈ ഒരു റിലേഷനിൽ എന്തൊക്കെ ആട്രിബ്യൂട്ട് ഉണ്ടോ ആ ആട്രിബ്യൂട്ടിൻ്റെ ഒക്കെ കോമ്പിനേഷനും ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ക്ലോഷർ കണ്ടുപിടിക്കുന്നത്. സോ ആദ്യം ലെങ്ത് 1 വരുന്ന ആട്രിബ്യൂട്ട്സിൻ്റെ ക്ലോഷർ നമുക്ക് നോക്കാം. അതായത് എ ക്ലോഷർ, ഇങ്ങനെയാണ് എ ക്ലോഷർ. ഓക്കെ, എ ക്ലോഷർ എന്തായിരിക്കും എ ക്ലോഷർ എന്ന് പറയുന്നത്? അതായത് നമ്മൾ എ ക്ലോഷർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി വെച്ചിട്ടാണ് നമ്മൾ എ ക്ലോഷർ എന്താണെന്ന് കണ്ടുപിടിക്കുന്നത്. സോ എ ക്ലോഷറിൻ്റെ അകത്ത് എ എന്തായാലും വരും. ഓക്കെ, നമ്മൾ പറഞ്ഞു എന്റെ വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ എ ക്ലോഷറിൻ്റെ അകത്ത് എ ഉണ്ട്. അപ്പം എന്റെ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് എ കൊണ്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ ബി കണ്ടുപിടിക്കാൻ പറ്റും. സോ എ ബി ആയിരിക്കും എ ക്ലോഷറിന്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത് ബി ക്ലോഷർ എന്ന് പറയുമ്പോഴോ, ബി ക്ലോഷറിൽ എന്തായാലും ബി ഉണ്ടാവും. ഓക്കെ, സോ ബി വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? അതായത് അത് നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സൈഡിൽ, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ബി വരുന്നുണ്ടോ എന്ന് നോക്കണം. വരുന്നില്ല. സോ ബി ക്ലോഷർ വെച്ച് ബി മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത സി ക്ലോഷർ. സി ക്ലോഷറിൻ്റെ അകത്താണെങ്കിലോ, സി ക്ലോഷറിൽ എന്തായാലും സി ഉണ്ട്. ഓക്കെ, സി ഉണ്ട്, ഇവിടെ ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സി ഉണ്ട്. അപ്പം LHSൽ സി ഉണ്ടെങ്കിൽ സി വെച്ച് നമുക്ക് ഡി കണ്ടുപിടിക്കാൻ പറ്റും. സോ സി ഡി ആയിരിക്കും സി ക്ലോഷറിന്റെ ആൻസർ. ഓക്കെ, അടുത്ത ഡി ക്ലോഷർ. ഡി ക്ലോഷറിൻ്റെ അകത്ത് ഡി എന്തായാലും വരും. ഡി വെച്ച് ഇവിടെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. സോ ഡി തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം ഇത് ഇത്രയും ലെങ്ത് 1 വെച്ച് വരുന്ന ക്ലോഷേഴ്സ് ആണ്. ലെങ്ത് 1. ഓക്കെ, ഇനി അടുത്ത ലെങ്ത് 2. ലെങ്ത് 2ൻ്റെ അകത്ത് എന്തൊക്കെ വരാം? AB വരാം, AC വരാം, AD വരാം. ഓക്കെ, അതൊക്കെ വരാം. BC, BD എല്ലാം വരാം. ഓക്കെ, സോ AC ക്ലോഷർ,
എ വരാം, സി വരാം. ഇവിടെ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇവിടെയും വരാം. ഓക്കെ, ക്ലോഷർ എടുക്കുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ ഒരു എ ബി സി ഡി ഉണ്ടെങ്കിൽ നമ്മുടെ ആൻസറിലും അതായത് ക്ലോഷറിലും എ ബി സി ഡി എന്തായാലും വരും. അതിനുശേഷമേ ബാക്കി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വരത്തുള്ളൂ. ഓക്കെ, അപ്പം എ സി ക്ലോഷറിന് എന്തായാലും എ സി ഉണ്ടാവും. പിന്നെ ഇനി എ വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? ബി കിട്ടും. സോ എ വെച്ച് ബി കിട്ടും നമ്മൾ എഴുതി. ഇനി അടുത്ത ഇവിടെ ഉള്ളത് ഏതാ? സി ആണ്. സി വെച്ചിട്ട് നമുക്ക് ഡി കിട്ടും, ഡി എഴുതി. ഓക്കെ, ബി വെച്ചിട്ട് ബി ഇവിടെ ഒന്നുമില്ല, അതുകൊണ്ട് അവിടെ വിട്ടു. അടുത്ത ഡി, ഡി നോക്കൂ, ഇവിടെ ഇവിടെ ഇല്ല, സോ അതും വിട്ടു. അപ്പൊ ഇനി അടുത്ത എ ബി നോക്കാം. എ ബി ക്ലോഷർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? എ ബി എന്തായാലും വരും. പിന്നെ എ വെച്ചിട്ട് ബി കിട്ടും, ഓൾറെഡി ഇവിടെ ബി ഉണ്ട്. സോ ഇനി നമ്മൾ റിപ്പീറ്റ് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഡ്യൂപ്ലിക്കേഷൻ ഇവിടെ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എ ബി എന്ന് പറഞ്ഞാൽ ഒരെണ്ണം എഴുതിയാൽ മതി, ഡ്യൂപ്ലിക്കേറ്റ് വരത്തില്ല. ഓക്കെ, അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല. അടുത്ത എ ഡി ക്ലോഷർ. എ ഡി ക്ലോഷർ എന്ന് പറയുമ്പോൾ എ വരാം, ഡി വരാം. കാരണം എന്താണ്? ഇവിടെ എയും ഡിയും ഉള്ളതുകൊണ്ട് അത് തന്നെ ഇവിടെയും വരും. അടുത്ത എയിൽ നിന്ന് നമുക്ക് ബി കിട്ടും. സോ ഈ എൻ്റെത് നമ്മളിവിടെ ബി എഴുതി. ഇനി ഡി വെച്ച് ഇവിടെ ഒന്നുമില്ല, സോ അത്രയേ ഉള്ളൂ. അതാണ് അപ്പൊ എ ഡി ക്ലോഷറിൻ്റെത് എ ഡി ബി ആയിരിക്കും. ഓക്കെ, അതിന്റെ കീ. ഇനി അടുത്തത് ബി സി. ബി സി ക്ലോഷർ എന്ന് പറയുമ്പോൾ ബി സി എന്തായാലും വരും. അടുത്ത ബി വെച്ച് ഇവിടെ ഒന്നുമില്ല, സോ അത് വേണ്ട. അടുത്ത സി നോക്കണം, സി വെച്ച് ഡി കിട്ടും, സോ ഡി ഇവിടെ എഴുതും. ഇതായിരിക്കും ബി സി ക്ലോഷറിന്റെ കീ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ബി ഡി ക്ലോഷർ. ബി ഡിയിൽ എന്ത് വരും? ബിയും ഡിയും വരും, വേറെ ഒന്നും വരത്തില്ല. കാരണം ബിയും ഡിയും ഇവിടെ വേറെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ബി ഡി മാത്രമേ വരത്തുള്ളൂ. അടുത്ത സി ഡി ക്ലോഷർ. സി ഡി ക്ലോഷറിൽ സിയും ഡിയും എന്തായാലും വരും. ഇവിടെ നോക്കുമ്പം സി വരുമ്പോൾ ഡി കിട്ടും, അത് നമുക്ക് ഓൾറെഡി ഉള്ളത് കൊണ്ട് അത് അത്ര തന്നെയാണ്. സോ ഇത് ലെങ്ത് 2-ൻ്റെതാണ്. ഇനി അടുത്ത ലെങ്ത് 3. ലെങ്ത് 3 വരുമ്പം എ ബി സി വരും. എ ബി സിന്റെ ക്ലോഷർ കാണണം. അതുപോലെ തന്നെ എ ബി ഡിയുടെ ക്ലോഷർ കാണണം. എ സി ഡിയുടെ ക്ലോഷർ കാണണം. ബി സി ഡി, ഈ 4 ക്ലോഷർ കാണണം. ഓക്കെ, അപ്പൊ എ ബി സിയുടെ ക്ലോഷറിൽ എന്തായാലും എ ബി സി ഉണ്ടാവും. എ കൊണ്ട് ബി വരുന്നുണ്ട്. ഓക്കെ, ബി ഇവിടെ ഓൾറെഡി ഉണ്ട്. സിയിൽ നിന്ന് ഡി വരുന്നുണ്ട്, സോ ഡി നമ്മൾ എഴുതി. അടുത്ത എ ബി ഡിയിൽ എ ബി ഡി എന്തായാലും ഉണ്ടാവും. എ കൊണ്ട് ബി വരും, അതുകൊണ്ട് ഓക്കെ ഡി ഉണ്ട്, ഇല്ല. ദെൻ എ സി ഡിയിൽ എ സി ഡി എന്തായാലും വരും. എയിൽ നിന്ന് ബി കിട്ടും, സോ ബി നമുക്ക് എഴുതാം. സിയിൽ നിന്ന് ഡി ഓൾറെഡി ഇതിൻ്റെ അകത്തുണ്ട്, നമുക്ക് എഴുതണ്ട. അടുത്ത ബി സി ഡിയിലാണെങ്കിൽ ബി സി ഡി എന്തായാലും വരും. ബി ഇല്ല, സിയിൽ നിന്ന് ഡി വരുന്നുണ്ട്, അത് ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ അത്രയാണ് ലെങ്ത് 3. ലെങ്ത് 3 വരുന്നതാണ് ഇത്രയും. ഓക്കെ, ഇനി അടുത്ത ലെങ്ത് 4 വരുന്നുണ്ട്. ഓക്കെ, അതെന്താണ്? എ ബി സി ഡി ക്ലോഷർ. എ ബി സി ഡി ക്ലോഷറിൽ എന്ത് വരും? എ ബി സി ഡി, അത്രയേ ഉള്ളൂ. ഓക്കെ, എയിൽ നിന്ന് ബി വരുന്നുണ്ട്, അത് ഓൾറെഡി ഉണ്ട്, സോ എഴുതണ്ട. സിയിൽ നിന്ന് ഡി വരുന്നുണ്ട്, അത് ഓൾറെഡി ഉണ്ട്, അതും എഴുതണ്ട. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ക്ലോഷർ കണ്ടുപിടിക്കുന്നത്. ഇത് ലെങ്ത് 4-ൻ്റെ ആണേ, ഇത് ലെങ്ത് 4-ൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കീ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ഓക്കെ, കീസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? എന്തിന്റെ ക്ലോഷർ എടുക്കുമ്പോഴാണോ ഈ 4 ആട്രിബ്യൂട്ടും, അതായത് എ ബി സി ഡി, ഇത് 4ഉം വരുന്നത്, അതാണ് അതിന്റെ കീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ലെങ്ത് 1-ന് നോക്കാം. എ ബി സി ഡി ഏതിലെങ്കിലും വരുന്നുണ്ടോ നോക്കാം. ഇതിലൊന്നും വരുന്നില്ല. ഓക്കെ, അടുത്ത ലെങ്ത് 2-ൽ ഇവിടെ എ ബി സി ഡി 4 ആട്രിബ്യൂട്ടും വരുന്നുണ്ട്. ഓക്കെ, അപ്പം എ സി എന്ന് പറയുന്നത് ഒരു കീ ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ലെങ്ത് 2-ൽ വരുന്നില്ല. ലെങ്ത് 3-ൽ ഇത് വരുന്നുണ്ട്, എ ബി സി. എ ബി സി എന്ന് പറയുന്നത് ഒരു കീ ആണ്. അതുപോലെ തന്നെ എ സി ഡിയും കീ ആണ്. എ സി ഡിയും കീ ആണ്. ഇതിന്റെ എ ബി സി ഡി നീ കറക്റ്റ് ഓർഡറിൽ തന്നെ വരണം എന്നൊന്നുമില്ല. എ സി ഡി ബി എന്നും ഒക്കെ വരാം, പക്ഷെ 4 ആട്രിബ്യൂട്ടും വന്നിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് ലെങ്ത് 4 വരുന്നത് എ ബി സി ഡി. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ആയിരിക്കും കീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു റിലേഷന്റെ കീ എന്ന് പറയുന്നത് ഇത്രയും ആയിരിക്കും. എ സി ഉണ്ട്, എ ബി സി ഉണ്ട്, എ സി ഡി ഉണ്ട്, എ ബി സി ഡി ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം സൂപ്പർ കീ എന്ന് പറയുന്നത് എന്താണ്?
എല്ലാ കീസും സൂപ്പർ കീ ആണ്. ഓക്കെ, സോ എല്ലാ കീസും സൂപ്പർ കീ ആണെന്ന് പറയുമ്പം ഇവിടുത്തെ കീസ് എന്ന് പറയുന്നത് AC, ABC, ACD ആൻഡ് ABCD. അപ്പോൾ ഇതെല്ലാം സൂപ്പർ കീസ് ആണ്. ഓൾ കീസ് എന്ന് പറയുന്നതാണ് സൂപ്പർ കീ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത കാൻഡിഡേറ്റ് കീ. കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് എന്താണ്? മിനിമൽ സൂപ്പർ കീനെയാണ് നമ്മൾ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. മിനിമൽ സൂപ്പർ കീനെയാണ് നമ്മൾ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. സോ ഇത് ഇത്രയുമാണ് സൂപ്പർ കീസ്: AC, ABC, ACD ആൻഡ് ABCD. ഇതിൽ മിനിമൽ ഏതാണ്? അതായത് ലെങ്ത് 2 വരുന്നുണ്ട്, ലെങ്ത് 3 വരുന്നുണ്ട്, ലെങ്ത് 4 വരുന്നുണ്ട്. സോ ഇതിൽ മിനിമം എന്ന് പറയുന്നത് ലെങ്ത് 2 വരുന്നതാണ്. സോ AC ആയിരിക്കും കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. ഓക്കെ, AC ആയിരിക്കും കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. ഇഫ് മിനിമൽ സൂപ്പർ കീയിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ മാത്രമായിരിക്കും പ്രൈമറി കീ, ബാക്കിയുള്ളവരെല്ലാവരെയും നമ്മൾ ഓൾട്ടർനേറ്റ് കീ ആയിട്ട് എടുക്കും. ഓക്കെ, ഇഫ് സപ്പോസ് നമ്മൾ മിനിമൽ സൂപ്പർ കീൻ്റെ അകത്ത് ഒരു 5 കീസ് ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, അതിലെ ഒരാളെ മാത്രമായിട്ടായിരിക്കും നമ്മൾ പ്രൈമറി കീ ആക്കുന്നത്, ബാക്കിയുള്ളവരൊക്കെ എന്തായിരിക്കും? ഓൾട്ടർനേറ്റ് കീ ആയിരിക്കും. ഓക്കെ, മിനിമൽ സൂപ്പർ കീയിലെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിലെ ഒരാളെ മാത്രമായിരിക്കും നമ്മൾ പ്രൈമറി കീ ആക്കുന്നത്, ബാക്കിയുള്ളവരൊക്കെ ഓൾട്ടർനേറ്റ് കീ ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത നോക്കാനുള്ള പോയിന്റ്, ലെങ്ത് ഇസ് നോട്ട് ദ ക്രൈറ്റീരിയ ഫോർ മിനിമൽ സൂപ്പർ കീ. ഓക്കെ, അപ്പം നേരത്തെ എക്സാമ്പിളിൽ നമുക്ക് ഈ 4 കീസ് ആണ് വന്നിരുന്നത്. ഇതിൽ കാൻഡിഡേറ്റ് കീ ആയിട്ട് നമ്മൾ എടുത്തത്, അതായത് മിനിമൽ സൂപ്പർ കീനെയാണ് നമ്മൾ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. ഓക്കെ, മിനിമൽ സൂപ്പർ കീനെയാണ് കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കീസിൽ നമ്മൾ മിനിമൽ സൂപ്പർ കീ, അതായത് കാൻഡിഡേറ്റ് കീ ആയിട്ട് എടുത്തത് ഈ AC-നെ ആയിരുന്നു. ഓക്കെ, കാൻഡിഡേറ്റ് കീ ആയിട്ട് എടുത്തത് AC-നെ ആയിരുന്നു. ഓക്കെ, അപ്പം ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ACD എന്ന് പറയുന്നത് ഒരു മിനിമൽ കീ ആണോ, മിനിമൽ സൂപ്പർ കീ ആണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ നോ എന്നാണ്, അല്ലേ? അപ്പൊ ശരിക്കും ഇങ്ങനെ നോക്കാതെ നമുക്ക് മിനിമൽ കീ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതിലിപ്പം ഒരെണ്ണമേ ഉള്ളതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടായിരുന്നു. ഇഫ് സപ്പോസ് ഒന്നിൽ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഓക്കെ, അപ്പം ACDയുടെ സബ്സെറ്റ് എടുത്ത് കഴിയുകയാണെങ്കിൽ ഇവരാരും കീ ആയി വരരുത്. ഓക്കെ, അപ്പം ഈ ACDയുടെ സബ്സെറ്റ് എന്ന് പറയുമ്പം A വരും, C വരും, D വരും, ദെൻ AC വരും, AD വരും, CD വരും. ഓക്കെ, പക്ഷെ AC എന്ന് പറയുന്ന ഈ ഒരു സബ്സെറ്റിൽ നമുക്ക് ഓൾറെഡി അത് കീ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ACD എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എന്താകാത്തത്? മിനിമൽ അല്ലാത്തത്. ഓക്കെ, അപ്പം മിനിമൽ അല്ലാത്തതിന്റെ കാരണം മനസ്സിലായല്ലോ. കാരണം AC വെച്ച് നമുക്ക് റിലേഷൻ R കിട്ടും. റിലേഷൻ R എന്ന് പറയുന്നത് എന്താണ്? ABCD ഇതെല്ലാം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ACDയുടെ നമ്മൾ മിനിമൽ സൂപ്പർ കീ ആയിട്ട് എടുക്കാത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, സൂപ്പർ കീയിലുള്ള കുറച്ച് പേരെയാണ് നമ്മൾ കാൻഡിഡേറ്റ് കീ ആയിട്ട് എടുക്കുന്നത്. എല്ലാ കീസും സൂപ്പർ കീ ആണ്. ആ സൂപ്പർ കീയിലെ കുറച്ച് ആൾക്കാരെയാണ്, അതായത് മിനിമൽ സൂപ്പർ കീനെയാണ് നമ്മൾ കാൻഡിഡേറ്റ് കീ ആയിട്ട് എടുക്കുന്നത്. ഈ കാൻഡിഡേറ്റ് കീ ഒന്നിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെ ഒരാളെ ആയിരിക്കും പ്രൈമറി കീ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ഫോമാറ്റിൽ നമുക്ക് ഓർത്തു വെച്ചിരിക്കാം. ഓക്കെ, ഇനി അടുത്ത പ്രൈം ആട്രിബ്യൂട്ട് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു റിലേഷൻ ഉണ്ട് ABCD. അപ്പം ഇതിൻ്റെ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് AC ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, കാൻഡിഡേറ്റ് കീ AC ആണെങ്കിൽ ഇതിലെ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് Aയും Cയും ആയിരിക്കും. ഓക്കെ, അതായത് കാൻഡിഡേറ്റ് കീയിൽ വരുന്ന ആട്രിബ്യൂട്ട് എന്തൊക്കെയാണോ അതായിരിക്കും പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നോൺ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? പ്രൈം ആട്രിബ്യൂട്ടിൽ വരാത്ത ആട്രിബ്യൂട്ട്സ്. അതായത് ഒരു റിലേഷൻ്റെ അകത്ത് Aയും Cയും ഇപ്പോൾ പ്രൈം ആട്രിബ്യൂട്ടിൽ വന്നു കഴിഞ്ഞു. സോ ഇനി വരാത്തത് Bയും Dയും ആണ്. സോ Bയും Dയും ആണ് നോൺ പ്രൈം ആട്രിബ്യൂട്ട്. ഓക്കെ, അപ്പോൾ കാൻഡിഡേറ്റ് കീയിൽ വരുന്ന ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് സപ്പോസ് നമ്മുടെ കാൻഡിഡേറ്റ് കീയിൽ നമുക്ക് ACBCD ആണ് നമ്മുടെ കാൻഡിഡേറ്റ് കീ എങ്കിൽ ഇതിലെ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും?
എ വരാം, ബി വരാം, സി വരാം, ഡി വരാം, ഇതെല്ലാം വരാം പ്രൈം ആട്രിബ്യൂട്ട്സ്. ഓക്കെ, നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ഇതിൽ ഒന്നും തന്നെ ഇല്ല. കാരണം എല്ലാം ഇതിൽ വരുന്നുള്ളത് കൊണ്ട്, പ്രൈം ആട്രിബ്യൂട്ട്സിലെല്ലാം വരുന്നുള്ളതുകൊണ്ട് നോൺ പ്രൈമിൽ നമുക്കൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ?